സത്യവാങ്മൂലം നൽകണമെന്ന് തഹസീൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മകൻ ചെയ്ത അക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ട സത്യവാങ്മൂലമാണ് തഹസീൽദാർ നൽകിയത്. ദീപക് മലയമ്മ ആദ്യം ചേരുന്നു, അതിനുശേഷം അതിഥികളിലേക്ക്. ദീപക് മലയമ്മ, ഇപ്പോൾ വീട്ടിൽ കറണ്ട് വന്നോ? അരുൺകുമാർ, ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വരാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ താമരശ്ശേരി തഹസിൽദാർ കെ ഹരീഷ്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ സ്നേഹിൽ കുമാർ സിംഗ് IAS നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ ഒരു ലെറ്റർ ഇവിടെ റസാഖിനും മറിയത്തിനും കൈമാറി. ആ ലെറ്റർ പ്രകാരം പറയുന്നത് തങ്ങളുടെ മക്കൾ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കില്ല, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് നൽകണമെന്നുള്ളതാണ് തഹസിൽദാർ പറഞ്ഞത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് റസാഖും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വീകരിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് രേഖാമൂലം ഒപ്പിട്ട് നൽകുന്നതിന് തുല്യമായിട്ട് അത് മാറുമെന്നുള്ളത് കൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കുടുംബം പറയുകയായിരുന്നു. അജ്മലിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കോടതിയിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ കോടതി ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കൾ കുറ്റം ചെയ്തുവെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നാണോ ഈ തഹസീൽദാർ പറയുന്നത്? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ കാണാമല്ലോ. അതായത് കുറ്റം ചെയ്തിരിക്കുന്നത് അജ്മലാണ്, അജ്മലിൻ്റെ സഹോദരനാണ്. ഈ രണ്ടുപേരും KSEBക്കകത്ത് അതിക്രമം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം. അതിൽ FIR വരികയും അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും രണ്ടുപേരും നിലവിൽ റിമാൻഡിൽ കഴിയുകയുമാണ്. ആ സമയത്താണ് പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് CMD KSEBയുടെ CMD ഒരു ഉത്തരവിറക്കുന്നത് വൈദ്യുതി വിച്ഛേദിക്കണം എന്ന് കാണിച്ചുകൊണ്ട്. അങ്ങനെ വൈദ്യുതി വിച്ഛേദിക്കുന്നു. അതായത് കുറ്റം ചെയ്ത ആളുടെ പേരിൽ പോലുമല്ല ഈ വൈദ്യുതി കണക്ഷൻ ഉള്ളത് എന്നിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുള്ള ഒരു വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനുള്ള തീരുമാനം അത് KSEB ഏത് ചട്ടപ്രകാരം, ഏതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ രക്ഷിതാക്കളെ കൊണ്ട് ഒരു മാപ്പപേക്ഷ സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പപേക്ഷയിൽ ഒപ്പിടാൻ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ആ നോട്ടീസിൽ പറയുന്നുണ്ടോ ഇന്ന ചട്ടപ്രകാരം, ഇന്ന വകുപ്പ് പ്രകാരമെന്ന്? ഇല്ല, അത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെ അതിൽ വിശദീകരിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഒരു മറുപടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തഹസിൽദാരുടെ അരികിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടില്ല. അവർ പറയുന്നത് കളക്ടറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് ഇത് മടങ്ങിപ്പോയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അത് വരുത്തിയിട്ട് തിരികെ എത്തണം. അതിനുശേഷം മാത്രമേ ഇനി ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൗതുകകരമായ കാര്യം. ഇത് ഗുണ്ടാരാജാണ്. ഇത് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിനെ പരിഹസിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ വിചാരിച്ചാൽ ഒരു പ്രതി കുറ്റം ചെയ്താൽ ആ കേസിൻ്റെ വിചാരണാ നടപടികൾ പുരോഗമിക്കെ ആ പ്രതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ നിന്ന് മാപ്പപേക്ഷ എഴുതി വാങ്ങി ആ നിയമനീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള KSEB ചെയർമാൻ്റെയും തഹസീൽദാരുടെയും ഇടപെടലാണ്. Debate with Arun Kumar.